ഡോക്ടർ മോഹൻ വർഗീസ്, കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഇന്ന് നിർണായക ദിനമാണ്. ഡൽഹിയിലെത്തിയ കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. തർക്കം കൂടാതെ തന്നെ പ്രശ്നം പരിഹരിച്ചാൽ ഇന്ന് വൈകുന്നേരത്തോടെ ഒരു പ്രഖ്യാപനം വന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൊതുവികാരം പ്രതിപക്ഷ നേതാവായി കേരളത്തെ നയിച്ച വി ഡി സതീഷിന് അനുകൂലമാണ്. എന്നാൽ MLA-മാരിലും പാർട്ടിയിലും സതീഷിന് പിന്തുണ കുറവുമാണ്. അപ്പോൾ ആർക്ക് നറുക്ക് വീഴാനായിരിക്കും സാധ്യത? ഒരുപക്ഷെ നറുക്ക് എന്ന വാക്കായിരിക്കാം ഏറ്റവും യോജിക്കുക. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുൻധാരണകളൊന്നും ഇല്ല എങ്കിൽ തീരുമാനമെടുക്കൽ പ്രക്രിയ വളരെ ബുദ്ധിമുട്ടാവും എന്നത് നിസ്സംശയം പറയാം. കേരളത്തിൽ ഉരുണ്ടുകൂടിയ ഒരു സംഘർഷപൂരിതമായ അന്തരീക്ഷം കോൺഗ്രസ് പൊളിറ്റിക്സിൽ മാത്രമല്ല പൊതുജനങ്ങളുടെ ഇടയിലും വൻപൻ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു ഹൈക്കമാൻഡ് രീതികളോട്. കാരണം വ്യക്തമായ ഒരു ചോയ്സ് ഉണ്ടായിരിക്കെ എന്തിന് പുറത്തുനിന്നൊരാളെ കൊണ്ടുവരേണ്ടതുണ്ട്? ഈ ആവശ്യം ന്യായമായി കേരളത്തിലെ ജനത ചോദിക്കുകയാണ്. കേരളത്തിൽ തിരുവോരങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അതെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്ന ചിന്തയൊന്നും എനിക്കില്ല. പക്ഷേ ഈ പ്രതിഷേധം ആരോഗ്യപരമാണോ എന്ന് ചോദിച്ചാൽ അത് ആരോഗ്യപരമല്ല. പക്ഷേ അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചതിൽ ഹൈക്കമാൻഡിന് ഒരു പങ്കുണ്ട്. എന്തുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു ഇൻവേർട്ടഡ് മെത്തേഡ് സ്വീകരിച്ചില്ല? ഹൈക്കമാൻഡ് ഇപ്പോൾ സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തു നിൽക്കുന്നു. അതിനുശേഷം കേന്ദ്ര നിരീക്ഷകർ 2 പേർ നിയമസഭാ സാമാജികരെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി CLP അംഗങ്ങളെ കാണുന്നു. എന്നിട്ട് ഒന്നൊന്നായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ബോധപൂർവമോ അല്ലാതെയോ ആ ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗം വെളിയിൽ വരുന്നു. അത് KC അനുകൂല പേരുകളാണ്. KCക്ക് അനുകൂലമായി MLA-മാർ അഭിപ്രായം രേഖപ്പെടുത്തി എന്ന സൂചനയാണ് ആ കുറിപ്പുകളിലൂടെ വരുന്നത്. അത് തീർച്ചയായും മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ എടുത്തതാണ് എന്ന് പറയുന്നു. ഇനി അത് തൻ്റെ ലിസ്റ്റല്ല, ഇതുമായി യാതൊരു ബന്ധവുമില്ല, വ്യാജ ചിത്രമാണെന്ന് മുകുൾ വാസ്നിക്ക് പറയുന്നു. അതെന്ത് തന്നെയായിരുന്നാലും ഈ രീതി ഇങ്ങനെയല്ല ഉണ്ടാകേണ്ടിയിരുന്നത്. എൻ്റെ അഭിപ്രായം നേരെ തിരിച്ചാണ്. ആദ്യം ഇന്നിപ്പം 3 പേരെ ഡൽഹിയിൽ വിളിച്ച് ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ ചെയ്യണമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ 3 പേരും ഡൽഹിയിലെത്തി AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവരാണല്ലോ ഡിഫാക്ടോ ഹൈക്കമാൻഡ്. അവരുമായി ചർച്ച ചെയ്ത് ഒരു ധാരണയിൽ എത്തിയതിനു ശേഷം ഏത് രീതിയിൽ 3 പേരുടെയും താല്പര്യം പരിഗണിക്കാം എന്ന് ഒരു ധാരണയിൽ എത്തിയതിന് ശേഷം മറ്റ് പ്രോസസ്സുകളെല്ലാം നടത്തിയാൽ മതിയായിരുന്നു. ഘടകകക്ഷികളുടെയും ഒക്കെ അഭിപ്രായം തേടാം. എന്നിട്ട് രണ്ടാമത് അവരെ ഒന്നുകൂടി ഒരു ധാരണയിലെത്തിയ സ്ഥിതിക്ക് പൊട്ടിത്തെറിയിലേക്ക് പ്രവേശിക്കരുത് എന്ന ഒരു ധാരണയെങ്കിലും ഉണ്ടാകണമായിരുന്നു. ഇന്നതല്ല എങ്കിൽ ഇന്നത് 3 പേരോടും പറയാമായിരുന്നു ഹൈക്കമാൻഡിന്. താങ്കൾക്ക് വേണ്ടി ഒരുപക്ഷെ ഇതാണ്, അതല്ല എങ്കിൽ ഇത് ഞങ്ങൾ ചോദിക്കട്ടെ, നിയമസഭാ അംഗങ്ങളോട് ചോദിക്കട്ടെ, ഘടകകക്ഷി നേതാക്കളോട് സംസാരിക്കട്ടെ, അതുപോലെ ജനവികാരം ഞങ്ങൾ നോക്കട്ടെ, അതിനുശേഷം ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾ 3 പേരും ഒരുപോലെ അംഗീകരിക്കുമോ എന്ന് ചോദിക്കണം. അപ്പം 3 ഓപ്ഷനും കൊടുക്കണം. 3 പേർക്കും ഇന്നതല്ല എങ്കിൽ ഇന്നത്, അല്ല എങ്കിൽ ഇന്നത്. പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഹൈക്കമാൻഡിന്. ഇപ്പോൾ മറ്റൊന്നും കൊടുക്കാനുള്ള വക ഹൈക്കമാൻഡിൻ്റെ കയ്യിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരണമില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമില്ല, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി പദം. ഇതൊക്കെയാണ് മുൻപ് AI ഗ്രൂപ്പുകൾ തമ്മിൽ പോരടിച്ചിരുന്ന സമയത്ത് A ഗ്രൂപ്പിൻ്റെ ഒരാളെ പ്രസിഡൻ്റാക്കുന്നു, KPC പ്രസിഡൻ്റാക്കുന്നു. അങ്ങനെയെങ്കിൽ I ഗ്രൂപ്പിൻ്റെ ആളെ മുഖ്യമന്ത്രിയാക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച്. അതുമല്ല എങ്കിൽ ഒരാളെ കേന്ദ്രത്തിലേക്ക് അങ്ങ് പറഞ്ഞു വിടുകയാണ്. കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ ആൻ്റണി കേന്ദ്രത്തിലേക്ക് പോയി, ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോൾ കരുണാകരൻ കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ ഭരണമുണ്ടായിരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഭരണപരമായ ധാരാളിത്തം കോൺഗ്രസിനില്ല എന്നതുകൊണ്ട് ഹൈക്കമാൻഡിന് മുന്നിൽ ഓപ്ഷൻസ് ആർ ലിമിറ്റഡ്. അതുകൊണ്ട് കുറച്ചുകൂടി സ്പീഡിൽ, കുറച്ചുകൂടി അവധാനതയോടുകൂടി ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ MLA-മാരുടെ ഭൂരിപക്ഷത്തിൽ KC വേണുഗോപാൽ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഘടകകക്ഷികളുടെ നിലപാടും ജനവികാരവും വി ഡി സതീഷിന് അനുകൂലമാണല്ലോ. ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുമോ ഹൈക്കമാൻഡിന്? ഇത് അവഗണിച്ചാൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകില്ലേ? ഘടകകക്ഷികൾ പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും അഭിപ്രായം. 22 MLA-മാരുള്ള മുസ്ലിം ലീഗ്, 7 MLA-മാരുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, 3 MLA-മാരുള്ള RSP. ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ. ഇവർ ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത് ജനവിധി മാനിക്കപ്പെടണം. ദോഷം പറയാനൊക്കെ ഇല്ലല്ലോ. അവർക്കിപ്പം KC ആണെങ്കിലോ VD ആണെങ്കിലോ RC ആണെങ്കിലോ ഒരുപോലെയാണ്.
അവർ ഹൈക്കമാൻഡിനോട് കൂറും വിധേയത്വവും പുലർത്തേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡല്ല ഇവർക്ക് പണം, സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ പണം എത്തിച്ചു കൊടുത്തത് ഘടകകക്ഷികൾക്ക്. അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ് ഹൈക്കമാൻഡ് പണം എത്തിച്ചു കൊടുത്തത്. കെ സി വേണുഗോപാലിലൂടെ ആവാം, അല്ലെങ്കിൽ മറ്റ് രീതികളിലാകാം. അതുകൊണ്ട് ഘടകകക്ഷികൾ നിർഭയം അഭിപ്രായം പറഞ്ഞു. അവർ മിക്കവരും പറഞ്ഞൊരു ലൈൻ ഇതാണ്: കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ ഒരു സന്ദേശം കൊടുത്തു. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്, അത് കോൺഗ്രസ് തിരഞ്ഞെടുത്തോളൂ, പക്ഷേ ജനഹിതം മാനിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ അത് വി ഡി സതീശനാണ് എന്ന് വ്യാഖ്യാനിച്ചെടുക്കാം കൃത്യമായി. അതേപോലെ തന്നെ ഒരു MLA ഉണ്ടായിരിക്കെ 2 MLAമാർ അർഹരായ രമേശ് ചെന്നിത്തല സീനിയർ, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കെ മൂന്നാമതൊരാൾ വരേണ്ട ആവശ്യമുണ്ടോ എന്ന ന്യായമായ ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒരു MLA ആയിരിക്കണം മുഖ്യമന്ത്രി എന്നത് കൃത്യമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൃത്യമായി പറഞ്ഞു വെച്ചു. പക്ഷേ ആത്യന്തികമായി മുന്നണി മര്യാദ അനുസരിച്ച് ആരാണോ കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുക്കുന്ന നേതാവ്, ആ നേതാവിനെ ഘടകകക്ഷികൾ അംഗീകരിക്കുകയായിരുന്നു ഇതുവരെയുള്ള പതിവ്. ഇപ്പോഴും ഘടകകക്ഷികൾ എന്തു പറഞ്ഞാലും കോൺഗ്രസ് നേതൃത്വം, AICC നേതൃത്വം, ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അത് ഘടകകക്ഷികൾ മനസ്സോടെ ആണെങ്കിൽ പോലും അംഗീകരിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. ഇനി ഒരു കാര്യം കൂടെ ഓർത്തു, ഇവിടെ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ആരാണ്? കെ സി വേണുഗോപാൽ മാത്രമല്ലല്ലോ, മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രമല്ലല്ലോ, രാഹുൽ, പ്രിയങ്ക ആൻഡ് സോണിയ. രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ്? വയനാട്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വയനാട്. എന്തുകൊണ്ട് വയനാട്? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തട്ടകത്തിൽ മാത്രം പ്രഭാവം ചെലുത്തി ജയിച്ചു വരാമായിരുന്നല്ലോ പ്രിയങ്കയ്ക്കും രാഹുലിനുമൊക്കെ. അപ്പോൾ ഒരു സേഫർ ഓപ്ഷൻ, ആ സേഫ്റ്റി ആണ് പ്രൊവൈഡഡ് ബൈ മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കാൻ കേരളത്തിലെ KPCCക്കാർ തയ്യാറാവില്ലായിരിക്കാം, പക്ഷേ AICC നേതൃത്വം മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായത്തിന് ഗൗരവമായ പരിഗണന കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ MP ആയ പ്രിയങ്ക ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തിൽ, 4 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുത്തത് മുസ്ലിം ലീഗിൻ്റെ കൂടെ വോട്ടുകളാണ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായത്തെ പൂർണ്ണമായി തിരസ്കരിക്കാനാവില്ല. മാത്രമല്ല, വേണമെങ്കിൽ പറയാം, കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനെ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ കക്ഷി നേതാവിനെ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ. ആരാവണം മന്ത്രിമാരും തീരുമാനിക്കുന്നതും കോൺഗ്രസ് അല്ലല്ലോ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ. ഇത് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിൻ്റെ വിഷയം മാത്രമല്ല, UDFൻ്റെ മൊത്തത്തിലുള്ള നേതാവാണ്. മുഖ്യമന്ത്രി സ്ഥാനീയനാണ്, ഘടകകക്ഷികളുടെയും കൂടെ മുഖ്യമന്ത്രിയാണ്. എല്ലാവരും കൂടെ ചേർന്നാണ് പാർലമെൻ്ററി പാർട്ടി, UDF പാർലമെൻ്ററി പാർട്ടി, ടീം UDF. അപ്പം ടീം UDF എന്നൊരു വാചകമുണ്ടെങ്കിൽ അവിടെ വെവ്വേറെ രീതിയിൽ തോന്നിയതുപോലെ ഒരു നേതാവിനെ തിരഞ്ഞെടുത്താൽ ഒരുപക്ഷെ അംഗീകരിക്കും. അച്ചുതണ്ട് ശക്തി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ നേതാവിനെ അംഗീകരിക്കും. പക്ഷേ അതിൻ്റെ രീതിശാസ്ത്രം കൃത്യമായി പറഞ്ഞാൽ മുന്നണിയുടെ എല്ലാ കക്ഷികൾക്കും സ്വീകാര്യനായിരിക്കണം, നിഷിദ്ധനാവരുത്. ആ ഒരു പ്രിൻസിപ്പിളെങ്കിലും ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ നോക്കിയിരുന്നാൽ നല്ലത്. ഇവിടെ പ്രസക്തമായ മറ്റൊരു ചോദ്യം: കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ എന്താണ് കുഴപ്പം? എന്താണ് കെ സി വേണുഗോപാലിനുള്ള അയോഗ്യത? കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനായി നടത്തിയ MLAമാരുടെ അഭിപ്രായ സർവേയിൽ കെ സി വേണുഗോപാലിന് 63 MLAമാരിൽ 47 പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. അതായത് കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ മുൻ നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത വലിയ രീതിയിലുള്ള പിന്തുണ. കെ സുധാകരൻ, PJ കുര്യൻ ഉൾപ്പെടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെയും ഭൂരിപക്ഷം MPമാരുടെയും പിന്തുണ കെ സി വേണുഗോപാലിനുണ്ട്. കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ AICCക്ക് കത്ത് നൽകിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ തവണ ഇലക്ഷന് പല സ്ഥാനാർത്ഥികളും ഫണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തവണ ആരും അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി മോഹികൾ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതും കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകലും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ സ്ഥിരം കാഴ്ചയാണ്. ഇത്തവണ അത് ഉണ്ടാകാതിരുന്നത് KCയുടെ ഇടപെടൽ കൊണ്ടാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കൃത്യമായിട്ട് അദ്ദേഹം ഫണ്ട് കൂടി എത്തിച്ചു, ഓരോ സ്ഥാനാർത്ഥികൾക്കും വിമതരെ അനുനയിപ്പിച്ചു, ഒരു ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ മുഖ്യമന്ത്രിയായി കെ സി വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? ഇപ്പോഴത്തെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ അദ്ദേഹത്തിനാകില്ലേ? KCക്ക് അയോഗ്യത ഇല്ല എന്ന് ആദ്യമേ പറയട്ടെ. കോൺഗ്രസ് പാർട്ടിയിലെ ആർക്കും അയോഗ്യതയില്ല. കോൺഗ്രസിൽ ഇത്രയും അച്ചടക്കമുണ്ടായത്, എണ്ണയിട്ട യന്ത്രം പോലെ തിരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം പ്രവർത്തിച്ചത്, അതിനാവശ്യമായ പണം എത്തിയത് എല്ലാം തന്നെ KCയുടെ കൂടെ കഠിനാധ്വാനമാണ്. നമുക്കറിയാമല്ലോ, മുൻകാലങ്ങളിൽ
പല കോൺഗ്രസ് സാമാജികരും സ്ഥാനാർത്ഥികളും കിടപ്പാടം വിറ്റിട്ടാണ് പണം കണ്ടെത്തിയത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല. കൃത്യമായി പണം കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ സ്ഥാനാർത്ഥിക്കും ഹൈക്കമാൻഡിൽ നിന്നും എത്തി. അത് KC അത് റൂട്ട് ചെയ്യുന്നതിൽ ഒരു ചാലകശക്തിയായി പ്രവർത്തിച്ചു. KCയുടെ പോക്കറ്റിലെ പൈസയല്ല. പക്ഷെ ഫണ്ട് റേസിംഗ് എന്നത് ഒരു കലയാണ് അല്ലേ? പണ്ട് അഹമ്മദ് പട്ടേലൊക്കെ ചെയ്തിരുന്ന പണിയാണ്. അത് വളരെ ഹൂവർ റേസസ് ഫണ്ട്സ് ക്യാൻ റിയലി എനർജൈസ് ദി മെഷീനറി. കോൺഗ്രസ് മെഷീനറിയെ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്നത് ഫണ്ടുകൾക്കാണ്. ഇപ്പോൾ നോക്കൂ, കോൺഗ്രസിൻ്റെ AICCയുടെ കീഴിൽ ഇപ്പോൾ 600 കോടിയുടെ ഫണ്ടുണ്ട്. മുൻപ് KC ഒക്കെ ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള സമയത്ത് ദൈനംദിന ഇലക്ട്രിസിറ്റി ബില്ല്, കോൺഗ്രസ് ഓഫീസിലെ ഇലക്ട്രിസിറ്റി ബില്ല് പോലും കൊടുക്കാൻ പണമില്ലാതെ വന്ന ഒരു ഘട്ടമുണ്ട്. അതിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുക, അത് വ്യവസായികളിൽ നിന്നാകാം, മറ്റു രീതിയിലാകാം, ഇലക്ട്രൽ ബോണ്ടുകളാകാം. അതൊക്കെ KCയുടെ മെറിറ്റ് മാത്രമല്ല, അതൊരു ഇമേജാണ്. അത് മാത്രമല്ല, ഈ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കർണാടക, തെലുങ്കാന, ഹിമാചൽ പ്രദേശ് ചെറിയ സംസ്ഥാനങ്ങളാണ്. അവിടെ നിന്നെല്ലാം കിട്ടാവുന്ന തുകകൾ സ്വാംശീകരിച്ച് അത് വിതരണം ചെയ്യുന്ന പ്രക്രിയയുടെ തലപ്പത്താണ് സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ. അതുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയും വ്യക്തിപരമായി KC വേണുഗോപാലിനോട് കടപ്പെട്ടിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. അത് മാത്രമല്ല, ഹൈക്കമാൻഡ് എന്ന വലിയ കോട്ടയിലേക്കുള്ള കവാടമാണ് KC വേണുഗോപാൽ. അക്കാര്യവും അറിയാമല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ തുടർന്നും പരിഗണന ലഭിക്കണമെങ്കിൽ, സീറ്റ് ലഭിക്കണമെങ്കിൽ, സ്ഥാനങ്ങൾ ലഭിക്കണമെങ്കിൽ KCയുടെ ഒരു കൈവെപ്പ് ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സാമാജികരെന്ന് പറയുന്ന അയോഗ്യതയൊന്നുമല്ലത്, അതൊക്കെ യോഗ്യതയാണ്. പക്ഷെ ആ യോഗ്യത ഒരിക്കലും രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴില്ല. ആ യോഗ്യത PD സതീശന് ഒട്ടുമില്ല. കാരണം ഹൈക്കമാൻഡിൻ്റെ ആളെയായി കരുതപ്പെടുന്ന ആളല്ല. കേന്ദ്രത്തിൽ കാര്യമായ പിടിപാടുകൾ മുൻപും ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് അത് മുൻപുണ്ടായിരുന്നു, ഇപ്പോൾ കാര്യമായ പിടിപാടില്ല എന്നാണ് പൊതുവെയുള്ള നിഗമനം. അങ്ങനെയെങ്കിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ ഇല്ല. KCക്ക് അയോഗ്യതയില്ല എന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ പറയട്ടെ, KCക്ക് അധിക യോഗ്യതയുണ്ട്. MLAമാരുടെ എണ്ണമെടുത്താൽ അത് സ്വാഭാവികമാണ്. 62 അംഗ നിയമസഭാ കക്ഷി, 63 അംഗ നിയമസഭാ കക്ഷിയിൽ 47 പേരുടെ പിന്തുണയാണ് KC വിഭാഗം ക്ലെയിം ചെയ്യുന്നത്. സതീശനും പറയുന്നു 37-38 പേരുടെ പിന്തുണയുണ്ട് എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല പറയുന്നു തനിക്കും 25 പേരുടെ പിന്തുണയുണ്ടെന്ന് ആ ക്യാമ്പ് പറയുന്നു. പക്ഷേ ഇതൊക്കെ വ്യക്തികളല്ല പറയുന്നത്, ക്യാമ്പുകളാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 120 പരം സീറ്റുകൾ വേണം കോൺഗ്രസിന്. അപ്പം അത്രയൊന്നും സീറ്റ് ഇല്ലല്ലോ, 62-63 ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവകാശവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫോട്ടോ എടുത്ത് കാണിച്ച കടലാസ് കഷ്ണത്തിൻ്റെ ആ ഒരു വിശ്വാസ്യതയും അവിടെ മാറി നിൽക്കട്ടെ. അർഹതയെ എങ്ങനെയാണ് ഒബ്ജക്റ്റീവായി അവലോകനം ചെയ്യുക? ആ അർഹതയെ അവലോകനം ചെയ്യാൻ നിയമസഭാ കക്ഷി അംഗങ്ങളുടെ തലയെണ്ണം പോരാതെ വരുന്നു. അതുകൊണ്ടാണ് ദീർഘമായ പ്രക്രിയ. തലയെണ്ണിയാൽ മാത്രം മതിയെങ്കിൽ ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമായിരുന്നല്ലോ, പ്രഖ്യാപനം വരുമായിരുന്നല്ലോ. അതുകൊണ്ട് തലയെണ്ണൽ മാത്രമല്ല എന്ന് ഇത് നീണ്ടുപോകും തോറും യഥാർത്ഥത്തിൽ തലയെണ്ണം മാത്രമല്ല, മനസ്സുകളുടെ പരുവപ്പെടുത്തൽ, അത് വളരെ ശ്രദ്ധാപൂർവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന AICC നേതാക്കളും സ്ഥാനാർത്ഥി മോഹികളും അല്ലെങ്കിൽ സ്ഥാനമോഹികളും രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി അല്ലെ ഹൈക്കമാൻഡുമായി ഇപ്പോൾ നടക്കുന്ന ചർച്ചയുടെ പരിണിത ഫലം അതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അപ്പം അവിടെ ഒരു തീരുമാനമെടുക്കൽ അത്ര ലളിതമായ കാര്യമല്ല. സ്വാഭാവിക ചോയ്സായി ഇവിടെ വരുന്നത് ജനകീയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ VD സതീശനാണെങ്കിൽ, ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായി വന്ന KC വേണുഗോപാലിന് ജനകീയ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ തീരുമാനമെടുക്കൽ ലളിതമാകുമായിരുന്നു. ഇത് കോൺട്രാസ്റ്റിംഗ് ആണ്. 3 പേരും അർഹര് തന്നെയാണ്. 3 വ്യത്യസ്തമായ താലന്തുകളാണ്, 3 വ്യത്യസ്തമായ സാധ്യതകളാണ്. ഇതിനെ ഏകോപിപ്പിക്കുന്ന ചുമതലയിലാണിപ്പോൾ ഹൈക്കമാൻഡ്. ആര് മുഖ്യമന്ത്രിയായി വന്നാലും കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകുമോ? എന്താണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്? ആര് മുഖ്യമന്ത്രിയായി വന്നാലും കോൺഗ്രസിൽ വലിയ അമർഷമുണ്ട്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാണ് കോൺഗ്രസ്. അങ്ങനെയൊന്നും അല്ലായിരുന്നു 2 ആഴ്ച മുമ്പ് വരെ. തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അല്ലെങ്കിൽ വോട്ടെണ്ണുന്നത് വരെ ഒരു അഗ്നിപർവ്വതവും അല്ലായിരുന്നു. ഇപ്പോഴെങ്ങനെ അത് സംഭവിച്ചു? പൂർണ്ണ ഉത്തരവാദിത്വം ഹൈക്കമാൻഡിന് തന്നെയാണ്. ഹൈക്കമാൻഡിൽ വലിയ പിടിപാടുള്ളൊരു സ്ഥാനാർത്ഥി രംഗത്തേക്ക് വന്നതാണ് പ്രശ്നത്തിൻ്റെ ഏക കാരണം, പ്രധാന കാരണം. രമേശ് ചെന്നിത്തലയും VD സതീശനും MLAമാരാണ്. അവരിൽ ഒരാൾ എന്ന തീരുമാനമാണെങ്കിൽ വളരെ സിമ്പിളായിരുന്നു. ഒരാളെ മുഖ്യമന്ത്രിയാക്കുക, മറ്റേയാളെ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പകുതി ടേം വെച്ച് മുഖ്യമന്ത്രി സ്ഥാനം വീതിച്ചു കൊടുക്കുക. ഇതൊക്കെ സാധ്യമാകുമായിരുന്നു. KC വേണുഗോപാലിൻ്റെ രംഗപ്രവേശമാണ് സ്ഥിതിഗതികൾ സങ്കീർണമാക്കിയത്.
ഇനി ഒരു കാര്യം കൂടെ പറയാം. പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നതും എന്നാൽ തീർച്ചയായും പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിന് സ്വീകാര്യനാണ്. ശ്രീ രാഹുൽ ഗാന്ധി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദനിക്കും അംബാനിക്കും അടിയറ വെച്ചിരിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ മനസ്സ്. BJP-യിലൂടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അദനിയെയും അംബാനിയെയും നിശ്ചിത അകലത്തിൽ, ആരോഗ്യപരമായ അകലത്തിൽ നിർത്തി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് സൃഷ്ടിക്കും. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചേക്കാം. ഉണ്ട്, കാര്യമുണ്ട്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ അദനി അംബാനി കൂട്ടുകെട്ട് കേരളത്തിൽ, ഇപ്പോൾ അദനി പോർട്ടുകൾ ഉൾപ്പെടെ, അദനി വിമാനത്താവളം, അദനിയുടെ വിഴിഞ്ഞം, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഒരു പക്ഷേ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം അതിനെ നോക്കിക്കാണുന്നത്, CPM കണ്ടതുപോലെ ആകണമെന്നില്ല. അതുകൊണ്ട് ആ ശക്തികൾക്ക് ഒരു സങ്കോചം ഉണ്ടാവാം. കെ.സി. വേണുഗോപാൽ വരുന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ടാകാം. അതിനു പുറമെ ഗൾഫിലൊക്കെയുള്ള പല ബിസിനസ്സുകാരും, ഇവിടെ വലിയ തോതിൽ മുതൽ മുടക്കിയിട്ടുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടുന്ന ഒരു സൂചനകൾ വെച്ചുകൊണ്ട് കെ.സി. വന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു കൈവപ്പിൽ ഇതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നറിയില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ സേഫർ ഓപ്ഷൻ കുഡ് ബി ഐദർ ചെന്നിത്തല ഓർ VD സതീശൻ. അതൊരു ചിന്തയാണ്. ഈ ചിന്ത ഇതിനകത്തുണ്ട്. ഇത് ഒരു അണ്ടർലൈങ് സ്പിരിറ്റാണ്. കാര്യമായി ഇപ്പോൾ സർഫസ് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെയൊക്കെ പിന്തുണ അവസാനം പണമിറക്കുന്നവർ നേരിട്ടൊന്നുമല്ല കേട്ടോ. ഈ ഫ്ലക്സിൻ്റെ യുദ്ധം അല്ലെങ്കിൽ തെരുവിൽ ആളുകൾ ഇറങ്ങുന്നത്, അതൊക്കെ അവരവരെ ഉത്സാഹിച്ചൊക്കെ ഇറങ്ങുന്നതാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ വിദേശ പണമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വൻപൻ ബിസിനസ്സുകാരുടെ താല്പര്യം ആര് സംരക്ഷിക്കും എന്ന ഒരു ഡിബേറ്റും കൂടെ ഇതിനിടയിലൂടെ കടന്നു വരുന്നു. അപ്പം അതുകൊണ്ടാണ് സങ്കീർണമായി മാറുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു തീരുമാനമെടുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് സങ്കീർണമാകുന്നത് ഇപ്പോൾ നമ്മൾ പുറമേ കാണുന്ന ഒരു പ്രക്രിയ കാരണം അല്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. 3 വേ ഡിവൈഡ് ഇവിടെ കാണാം. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. VD സതീശനും രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയിൽ ചേരാതെ ഇരിക്കുന്നു എന്നുകൂടി സങ്കല്പിക്കുക. അവിടെ സമാന്തരമായ ഒരു പുതിയ ജനകീയ അധികാര കേന്ദ്രം ഉണ്ടാവുകയാണ്. രണ്ടുപേരും കൂടെ ഒന്നിക്കുകയോ വെവ്വേറെ ഗ്രൂപ്പുകളായി വരുന്നു. അതിനർത്ഥം എന്താണ്? കോൺഗ്രസിൽ ഒരിക്കൽ കൂടി ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ സ്റ്റേജിലേക്ക് പോകും. ഗ്രൂപ്പുകൾ അവസാനിപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തോടെ ഒപ്പം നിന്നയാളാണ് ശ്രീ VD സതീശൻ. 2021 ഗ്രൂപ്പുകളെ അവസാനിച്ചു. വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാമായിരുന്നു. VD സതീശൻ ഒരു ഗ്രൂപ്പുമായി രംഗത്ത് വരാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അത് കോൺഗ്രസിനെ അറിയുന്നവരെല്ലാം പറയും അത് മൗഢ്യമാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ വിലപേശൽ, MLA-മാരുടെ ഒരു പിന്തുണ ഉള്ള ഒരു ഗ്രൂപ്പ്, തന്നിലൂടെ കടന്നു വരുന്ന MLA-മാർ തന്നെ പിന്തുണയ്ക്കും എന്ന രീതിയിൽ കരുണാകരനും ആന്റണിയും സൃഷ്ടിച്ചെടുത്തതുപോലെ ഒരു ഗ്രൂപ്പ് ഇന്നില്ല. ആകെ ഉള്ളത് ഗ്രൂപ്പല്ല, മറിച്ച് ഹൈക്കമാൻഡ് സ്പിരിറ്റാണ്. ഹൈക്കമാൻഡിനോടൊപ്പം ചേർന്ന് നിൽക്കണം. അപ്പോൾ ഒരു മുഖമേ ഉള്ളൂ കെ.സി. വേണുഗോപാൽ. അതൊരു ഗ്രൂപ്പൊന്നുമല്ല, അത് ഹൈക്കമാൻഡ് ചിത്രമാണ്. അവിടെ പുതിയ ഗ്രൂപ്പുകൾ വരും, ജനകീയ തിരുത്തൽ ശക്തികൾ വരും. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കെ.സി. വേണുഗോപാൽ വന്നാൽ സംഭവിക്കുന്നത് ചെന്നിത്തലയ്ക്കും VD സതീശനുമായി ഗ്രൂപ്പുകൾ ഉണ്ടാകും. വൻ ഗ്രൂപ്പ് ആയിരിക്കാം ഒരുപക്ഷെ VD സതീശന് വേണ്ടി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്. അത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, വലിയൊരു വികാരമായി അത് വരാൻ സാധ്യതയുണ്ട്. ഒരു തിരുത്തൽ ശക്തിയായി വരാൻ സാധ്യതയുള്ള ഒരു രീതിയാണ്. ഇത് ആഗ്രഹിക്കുന്നുണ്ടോ ഹൈക്കമാൻഡ്? ഉപതെരഞ്ഞെടുപ്പുകൾ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ഇതും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കെ.സി. വേണുഗോപാൽ എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ VD സതീശന് അർഹമായ ആഭ്യന്തരമന്ത്രി സ്ഥാനമോ ധനകാര്യമന്ത്രി സ്ഥാനമോ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ കൊടുത്ത് പ്രശ്നം പരിഹരിക്കാനാവുമോ ചിന്തിക്കേണ്ട കാര്യമാണ്. VD സതീശന് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്താൽ സീനിയറായ രമേശ് ചെന്നിത്തല ഒരു മന്ത്രിസ്ഥാനത്ത് മാത്രമായി ഇരിക്കാൻ, ആഭ്യന്തരമന്ത്രി സ്ഥാനമാണെങ്കിൽ പോലും ഉപമുഖ്യമന്ത്രി സ്ഥാനമാണെങ്കിൽ പോലും ഇരിക്കാൻ ഒരുപക്ഷെ തയ്യാറാവില്ല. അത് പ്രശ്നമാണ്. എങ്ങനെയാണ് ചെന്നിത്തലയെ ഇത്രയും ഉന്നത നേതാവാണ് സമന്വയിപ്പിക്കുക? വേണുഗോപാലിന്റെ കാര്യം പൊയ്ക്കോട്ടെ, അദ്ദേഹം MP ആണ്, കോൺഗ്രസിന്റെ വലിയ നേതാവാണ്, കേന്ദ്രത്തിന്റെ ആളാണ്. അപ്പം ആരാണെങ്കിലും പ്രശ്നമാണ്. അതുകൊണ്ട് VD-യെ മുഖ്യമന്ത്രി ആക്കിയാലും ആക്കിയില്ലെങ്കിലും ഹൈക്കമാൻഡിന് തലവേദന ഉണ്ട്. അതുകൊണ്ടാണ് ഈ സാഹചര്യം ഇത്രയും വഷളായ സ്ഥിതിക്ക് ഏത് തീരുമാനമെടുത്താലും അത് താൽക്കാലികമായി അംഗീകരിക്കപ്പെടും. ലാൻഡിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാകും വലിയ തോതിൽ കെ.സി. വേണുഗോപാലാണെങ്കിൽ. VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആണെങ്കിൽ ലാൻഡിങ്ങിൻ്റെ പ്രശ്നമില്ല, അവർ ലാൻഡഡ് ആണ്. അതുകൊണ്ട് ക്രാഷ് ലാൻഡിങ്ങിൻ്റെ ഒന്നും വിഷയമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും
എത്രത്തോളം സഹകരണം കേന്ദ്ര നേതൃത്വവും സംസ്ഥാനവും തമ്മിൽ ഉണ്ടാകും ഒക്കെ നോക്കിക്കാണേണ്ട കാര്യമാണ്. പിന്നെ ഒരു വാദഗതി കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കോൺഗ്രസിനെ അറിയുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. എത്രയെല്ലാം പടലപിണക്കമുണ്ടെങ്കിലും ഒരു നേതൃത്വം, അത് ഈവൻ വേണുഗോപാലിൻ്റെ ആണെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നേതൃത്വം അതൊരു രീതിയാണ്, ഒരു താരിപ്പാണ്, ഒരു നോമാണ്, ഒരു ഡിക്റ്റമാണ്, അതിനോടൊപ്പം അങ്ങ് പോകും. 6 മാസം കഴിയുമ്പോൾ ഈ പ്രക്ഷോഭങ്ങളും കോലാഹലങ്ങളും ഒക്കെ ജനം മറക്കും. ഉപതെരഞ്ഞെടുപ്പും വരും, അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു വരാം എന്നൊരു ചിന്ത കോൺഗ്രസിനുണ്ട്, നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ നിഗമനം, ഉന്നത നേതാക്കൾ, ഇന്റർമീഡിയറ്റ് റേഞ്ച് നേതാക്കൾ, അതുപോലെ ഹൈക്കമാൻഡ് എല്ലാം തന്നെ MLA-മാർ എല്ലാം KC-ക്കൊപ്പമാണ് ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം. അതേസമയം ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകരും സാധാരണ ജനവും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളും അതുപോലെ ഇതൊന്നുമില്ലാത്ത നിഷ്പക്ഷരായ ആളുകളും അവരുടെ മനസ്സ് കൂടുതലായും VD സതീശനോടൊപ്പമാണ്. ഓവർവെൽമിംഗ്ലി ഒരു കൺസെൻസസ് സാധ്യതയുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ് കൺസെൻസസ്. ഒന്നുകിൽ 2 ടേം, ആദ്യ ഒരു ടേം രമേശ് ചെന്നിത്തല 2.5 വർഷം, 2ാം ടേം VD സതീശൻ 2.5 വർഷം. സതീശന്റെ നേതൃത്വത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല.